പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 27-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ, അതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. അമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അപ്പം നമ്മളെ അത്ഭുതമായി നടത്തുന്നതിന് എബനേസറായി നമ്മുടെ കൂടെ ഇരുന്ന് ഇത്രത്തോളം നമ്മളെ സഹായിച്ചു ഇനിയും നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കരങ്ങളെ ഉയർത്തി പറഞ്ഞാണ്ട് എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഈ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ നടക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കരം തൻ്റെ മക്കളുടെ മേൽ വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിക്കായിട്ട് സ്തോത്രം. യെസ്, ഞങ്ങൾ വിശ്വാസക്കണ്ണാൽ കാണുന്നു. ആമേൻ ആമേൻ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ചിലരുടെ മുകളിൽ വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. പൂർണ്ണമായ വിടുതൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ, ലങ്സിനകത്ത് വെള്ളം കെട്ടിക്കിടന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ശ്വാസം മുട്ടലുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ ന്യൂമോണിയയിൽ ഭാരപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവ് സൗഖ്യമാക്കിയതിന് സ്തോത്രം ചെയ്യുന്നു, വിടുവിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. അങ്ങ് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ജോലിയിലെ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടാകണമേ. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ആരാധന ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ പ്രത്യേക കൃപ ഇന്നത്തെ മീറ്റിങ്ങിൽ നിറഞ്ഞു കവിയുന്നതിന് സ്തോത്രം. അസാധാരണമായ ആത്മീക അനുഭവങ്ങളെ തന്ന് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കടന്നു വരുന്ന ജനത്തെ അനുഗ്രഹിക്കണം. അവരുടെ മേൽ പ്രത്യേകമായ കൃപ പകരണം. കർത്താവ് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവെ, എല്ലാ അഭിഷിക്തന്മാരെയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ മക്കളെ തിരുരക്തത്തിൻ മറവിൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സാധാരണമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആരാധന ഇന്ത്യൻ സമയം 8:15 ആരംഭിക്കും, രാവിലത്തെ സമയം. അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാവരും അതിൽ പങ്കെടുക്കുക, പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്നത്തെ മീറ്റിംഗ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കർത്താവ് കാരണമാക്കി തീർക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലോട്ട് പോകാം. ശ്രദ്ധയോടെ നമുക്ക് അതിനകത്ത് പങ്കാളികളാകാം. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം നമുക്കെല്ലാം കാണാതറിയാവുന്ന വാക്യം. അവിടെ പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ
സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആമേൻ. ദൈവമക്കളെക്കുറിച്ചാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരോട് പറയുക, നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരാകുന്നു. ആമേൻ. ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ കർത്താവിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരുടെ കൂട്ടമല്ല. അവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ആമേൻ, അവർ വ്യത്യസ്തരാണ്. മറ്റുള്ള ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിലുള്ളവരെ പോലല്ല, നമ്മൾ ലോകത്തിലുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളാണ്. കരമുയർത്തി പറഞ്ഞ് ഞാനൊരു വ്യത്യസ്ത വ്യക്തിയാണ്. അതായത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതാ പറഞ്ഞത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്. ആമേൻ. അപ്പം നമ്മളെ എവിടുന്ന് വിളിച്ച, നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്നവരാണ്. അവിടുന്ന് നമ്മളെ എന്ത് ചെയ്തു? അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് വിളിച്ചു. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം. എന്നിട്ട് പറയാം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ആമേൻ. ഇപ്പം നമ്മൾ ഒരു ഫ്രൂട്ട് ഷോപ്പിൽ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട് ബാസ്ക്കറ്റിനകത്തു നിന്നും നമുക്കാവശ്യമായത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പോലെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ആ ബാസ്ക്കറ്റിനകത്തിരിക്കുന്ന ഫ്രൂട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം എന്നാ, നമ്മളിതിനെ തിരഞ്ഞെടുത്തു. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മളെ എന്ത് ചെയ്തിരിക്കുക? തിരഞ്ഞെടുത്തിരിക്കുക. അവൻ്റെ പദ്ധതിക്ക് വേണ്ടി, അവൻ്റെ നാമം മഹിമപ്പെടുത്തുവാൻ വേണ്ടി, അവൻ്റെ നാമം ഉയർത്തുവാൻ വേണ്ടി നമ്മളെ എന്ത് ചെയ്യുക? അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ഒരു കൂട്ടമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അതായത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി കർത്താവ് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നമ്മളെ വേർപെടുത്തി മാറ്റി നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം വേണം, ഈ ലോകത്തിൽ കോടിക്കണക്കിന് ആളുകളുണ്ട്. ആമേൻ. നമുക്കറിയാവുന്നവരും നമുക്കറിയാത്തവരുമായി ആമേൻ കോടിക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ അതിനകത്ത് നിന്നും ദൈവം നമ്മളെ അവൻ്റെ പദ്ധതിക്ക് വേണ്ടി ഈ ഭൂമിയിൽ നമ്മളെ കർത്താവ് വ്യത്യസ്തരായി തിരഞ്ഞെടുത്ത് അവൻ നമ്മളെ എന്താക്കി മാറ്റിയിരിക്കുന്നു? രാജകീയ പുരോഹിതന്മാരാക്കി നമ്മളെ അഭിഷേകം ചെയ്ത് നമ്മളെ വ്യത്യസ്തരാക്കിയിരിക്കുക. ഇതിനോട് പറയുക, നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പം നമ്മൾ ലോകത്തിൽ ജീവിക്കുന്ന നമുക്കൊരു ബോധ്യം വേണം, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതനാണ്, ഞാൻ വിശുദ്ധ വംശമാണ്, കർത്താവിൻ്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് വേർപെട്ട ഒരു ജീവിതം ഈ ഭൂമിയിൽ ദൈവമക്കൾ നയിക്കണം. ആമേൻ. നമുക്ക് ആദ്യമേ ബോധ്യം വേണം, നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ഒരു ബോധമുണ്ടാകണം. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, വ്യത്യസ്തനായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവൻ, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി നടക്കുവാൻ വിളിക്കപ്പെട്ടവൻ എന്നൊരു ബോധമുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ പ്രയോജനപ്പെടുവാൻ കഴിയുകയുള്ളൂ. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ വിശുദ്ധ വംശമാണ്, ഞാൻ രാജകീയ പുരോഹിതനാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ വേണ്ടി ഈ കോടിക്കണക്കിന് ആളുകളുടെ നടുവിൽ നിന്നും കർത്താവ് എന്നെ വേർതിരിച്ചിരിക്കുന്നു. ആ വേർതിരിച്ച കർത്താവ് എന്നെ സൂക്ഷിക്കും, എന്നെ പരിപാലിക്കും, എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരും. കാരണം എന്നെ വിളിച്ചത്, എന്നെ വേർതിരിച്ചത് കർത്താവായതുകൊണ്ട് എൻ്റെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ വേർപെട്ട കൂട്ടമാണെന്ന് പറയുന്നത്. കേട്ടോ, നമ്മൾ വേർപെട്ട കൂട്ടം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവം നമ്മളെ വേർപെടുത്തുക. അതും ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട്, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.